സർ, ഉപരാഷ്ട്രപതി രാജിവെച്ചിട്ടും വിവാദങ്ങളൊന്നും ഒഴിയുന്നില്ല. അതിനെ തുടർന്ന് മാധ്യമങ്ങളൊക്കെ നിരവധി ഊഹാപോഹങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തരൂര്, ആരിഫ് മുഹമ്മദ് ഖാൻ, നിതീഷ്, ശ്രീധരൻപിള്ള എന്നിങ്ങനെ ലിസ്റ്റ് നീണ്ടു പോവുകയാണ്. അവസാനം അണ്ണാമലൈ, വി മുരളീധരൻ വരെ എത്തി നിൽക്കുന്നുണ്ട് അടുത്ത ഉപരാഷ്ട്രപതി ആരെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട്. ഇപ്പോൾ ഈ രാജിക്ക് പിന്നിൽ, അതൊക്കെ അവിടെ നടക്കുമ്പോഴും ഈ രാജിക്ക് പിന്നിൽ ഇത്ര വലിയൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഉപരാഷ്ട്രപതിയുടെ രാജിക്കാര്യത്തിൽ എന്തിനാണ് ഇത്രയധികം വിവാദം ഉണ്ടാക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെന്ന് പറയുന്ന ആളുകൾ പലരും അവരുടെ സങ്കല്പങ്ങൾ, കണ്ടതും കാണാത്തതും കേട്ടതും കേൾക്കാത്തതുമായ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അത് കേട്ടത് ഇദ്ദേഹത്തിനെ, ശശി തരൂരിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ രാജിവെപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ അത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു തർക്കത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് അതൃപ്തി ഉണ്ടായിട്ട് അദ്ദേഹം രാജിവെച്ചു എന്നാണ് പറയുന്നത്. മറ്റൊന്ന് കേൾക്കുന്നത് ജസ്റ്റിസ് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് RSSന് അതൃപ്തിയുണ്ട്. ഇങ്ങനെ പലവിധ കാരണങ്ങൾ, ഓരോരോ ഊഹാപോഹങ്ങൾ ആണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാലത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഏത് ലിറ്റ്മസ് ടെസ്റ്റ് നടത്തിയിട്ടാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന വിദ്വാൻമാർ ഇത്തരം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. വളരെ പണ്ട് കാലത്ത്, അതായത് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ കാലത്ത് മാധ്യമപ്രവർത്തകർക്ക് അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ക്യാബിനറ്റിലെ പല അംഗങ്ങളുമായിട്ടും മാധ്യമപ്രവർത്തകർക്ക്, അതായത് സ്റ്റാൻഡേർഡ് മാധ്യമപ്രവർത്തകർ അവർ ജേർണലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നതാണ്. 90-കൾക്ക് ശേഷമാണ് ഇന്ത്യയിലൊരു ഓഡിയോ വിഷ്വൽ സംരംഭങ്ങളൊക്കെ വളർന്നു വലുതായി തുടങ്ങിയതും ഇത്തരത്തിലുള്ള ജേർണലിസം, അതായത് പപ്പരാസി ജേർണലിസം വന്നു തുടങ്ങുകയും ചെയ്തത്. അതിനു മുമ്പ് ജേർണലിസ്റ്റുകൾ ഉന്നതന്മാരായ ഇത്തരം വ്യക്തികളോട്, നെഹ്റുവിനോടായാലും ഇന്ദിരാഗാന്ധിയോടായാലും ബന്ധപ്പെട്ടിട്ട് അവര് ഒരു കൃത്യമായ, ഏകദേശം ശരിയാകാവുന്ന ഊഹങ്ങളാണ് പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. ഈ സന്ദർഭത്തിൽ നരേന്ദ്രമോദിയുമായിട്ടോ അമിത്ഷായുമായിട്ടോ അങ്ങനെ അടുപ്പമുള്ള ഒരു മാധ്യമപ്രവർത്തകർ ഇന്ന് ഇന്ത്യയിലില്ല. അത് മാധ്യമപ്രവർത്തന ലോകത്തിന്റെ, അല്ലെങ്കിൽ വാർത്താ പ്രചരണത്തിന്റെ, ഇൻഫർമേഷൻ റിലീസിന്റെ വ്യത്യാസം കൊണ്ടാണ്. ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്യും, പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ട്വീറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകർ നടത്തുന്ന അതെന്ന് പറയുന്ന അവരുടെ മനസ്സിലുള്ള കുറെ സങ്കല്പങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ വിഷയം എടുക്കുകയാണെങ്കിൽ, പ്രധാനമന്ത്രിയുമായിട്ട് അതൃപ്തി ഉണ്ടായി. അത് RSSന് അതൃപ്തി ഉണ്ടാകുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹവുമായിട്ട് ഒരു സമവായത്തിൽ എത്തിച്ചേരാൻ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. മാധ്യമങ്ങളുടെ ഒരു നിഗമനം അതാണ്. അപ്പം സുപ്രീം കോടതിയെ ഉപരാഷ്ട്രപതി വെല്ലുവിളിക്കുന്നു. സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എന്നുള്ള ഒരു ആക്സിയമാണ് കുറെ മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അത് അദ്ദേഹം ഇന്നും ഇന്നലെയും ഈ പറയുന്ന വർമ്മയുടെ കേസിലല്ല, ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല ഈ കോടതിയെ വെല്ലുവിളിക്കാനുള്ളത്. സ്റ്റാലിൻ ഒരു സുപ്രീം കോടതിയിൽ ഒരു അന്യായം ഫയൽ ചെയ്തതിനെ തുടർന്ന് അന്ന് തൊട്ട് പറയുന്നതാണ് ഗവർണറുടെ സ്ഥാനം എന്താണ്, പ്രസിഡന്റിന്റെ അധികാരം എന്താണ്, പ്രസിഡന്റിന്റെ പദവി എന്താണെന്നൊക്കെ പറഞ്ഞ് വളരെ രൂക്ഷമായിട്ട് സുപ്രീം കോടതിയെ വിമർശിച്ച വ്യക്തിയാണ് ജഗദീപ് ധൻഖർ. അപ്പൊ അന്നൊന്നും പ്രധാനമന്ത്രി അദ്ദേഹത്തിനെ തടസ്സപ്പെടുത്തിയായിട്ട് നമ്മളെങ്ങും കണ്ടിട്ടില്ല.
ആഭ്യന്തരമന്ത്രിയെ തടസ്സപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു ന്യായം നമുക്ക് തള്ളിക്കളയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ നടപടിക്രമം കൊണ്ട് ഉപരാഷ്ട്രപതിയുടെ നടപടിക്രമം കേന്ദ്ര സർക്കാരിനെ അലോസരപ്പെടുത്തി എന്നുള്ള നീക്കത്തിനോട് യോജിപ്പില്ല. പിന്നീടുള്ളതെന്ന് പറയുന്നത് RSSന്റെ ഇടപെടലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് സംഘത്തിന് ജസ്റ്റിസ് വർമ്മയോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേർക്കുള്ള ഇംപീച്ച്മെന്റ് പെറ്റീഷൻ താമസിപ്പിക്കണം, അല്ലെങ്കിൽ അത് തള്ളിക്കളയണം എന്നൊക്കെ. തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന സഭയിൽ, ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി അധ്യക്ഷനായിരിക്കുന്ന സഭയിൽ 63 പേർ ഒപ്പിട്ടൊരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ അത് സഭാധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിക്കണോ അതോ എടുത്തുകൊണ്ട് പോ എന്ന് പറയണോ? അതെന്ന് പറയുന്നത് ചട്ടപ്രകാരമല്ല. അങ്ങനെ പറയാൻ ഒരു അധ്യക്ഷന് പറ്റത്തില്ല. പിന്നീട് സ്പീക്കറുമായിട്ട്, ലോക്സഭാ സ്പീക്കറുമായിട്ട് കൂടിയാലോചിച്ചിട്ട് ഈ കാര്യം ചെയ്യണം എന്ന് കുറെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന് ഉപദേശിക്കുന്നതായിട്ട് തോന്നി. അത് ഭരണഘടനയുടെ ഏത് ചട്ടത്തിലാണ് പറഞ്ഞേക്കുന്നത്? അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദ, രണ്ട് സഭകളാണ്. ഉപരിസഭയാണ് രാജ്യസഭ. ലോക്സഭ എന്ന് പറയുന്നത് ജനങ്ങളുടെ സഭയാണ്. അതിലെ അധ്യക്ഷന്മാർ തമ്മിൽ ഏത് ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏത് അവസരത്തിലാണ് ഇങ്ങനെയുള്ള യോജിച്ച് ഒരു തീരുമാനം എടുക്കാൻ സഭാചട്ടങ്ങളിലോ അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടനയിലോ ആവശ്യപ്പെടുന്നത്? ഒരു ജോയിന്റ് പാർലമെന്ററി മീറ്റ്, അതായത് ഓരോ വർഷവും സഭ കൂടുന്നതിന് മുമ്പുള്ള സംയുക്ത സഭാ മീറ്റ് വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. അതിനു മുമ്പ് രാജ്യസഭാ ഉപാധ്യക്ഷനോ ലോക്സഭാ സ്പീക്കറോ തമ്മിൽ കണ്ട് സംസാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന്, നമുക്ക് പോയി രാഷ്ട്രപതിയെ വിളിക്കാം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതായിട്ട് എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? രാഷ്ട്രപതി, പ്രധാനമന്ത്രി അത് രാഷ്ട്രപതി അറിയിക്കുമ്പോൾ രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് ആണ് തീരുമാനിക്കുന്നത് ഇതെങ്ങനെ ചെയ്യണം. അവിടെയും ഈ പറയുന്ന സമവായത്തിൻ്റെയോ തമ്മിലുള്ള ഈ ആശയവിനിമയത്തിൻ്റെയോ ഒരവസരമില്ല. ലോകസഭയിലും ഇതേ പറഞ്ഞ വർമ്മയുടെ ഇംപീച്ച്മെന്റിനുള്ള അപേക്ഷ അല്ലെങ്കിൽ അന്യായം കൊടുത്തിട്ടുണ്ട്. അവര് അവിടെ അത് ചെയ്യുകയും ചെയ്യും. ഏറ്റവും സുപ്രധാനമായ കാര്യം, രാഷ്ട്രപതിയുടെ അധികാരത്തിന് മേൽ സുപ്രീം കോടതി കടന്നു കയറുന്നോ എന്ന് തോന്നിയപ്പോഴാണ് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ പൊട്ടിത്തെറിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് രാഷ്ട്രപതി തന്നെയാണ്. നിശബ്ദനായ രാഷ്ട്രപതിയാണ്. പ്രസിഡന്റ് ഇൻ മ്യൂട്ടായിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന്, അതായത് ഇന്ത്യയുടെ 3 സ്ഥാപനങ്ങൾ, 3 ഓഫീസുകൾ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. ഒന്ന് രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. ഒരു രാഷ്ട്രപതി രാജിവെക്കുകയോ അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയോ രാഷ്ട്രപതിയുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ പ്രയാസമായി തീരുകയോ ചെയ്യുകയാണെങ്കിൽ ഉപരാഷ്ട്രപതി ആ സ്ഥാനത്തേക്ക് എത്തും, ആക്ടിംഗ് രാഷ്ട്രപതിയായിട്ട്. അപ്പോൾ അദ്ദേഹം ഉപരാഷ്ട്രപതി അല്ല, അദ്ദേഹം രാഷ്ട്രപതിയായിട്ട് തന്നെയാണ് വിത്ത് ഓൾ എക്സിക്യൂട്ടീവ് പവേഴ്സ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. 68-ലോ മറ്റോ സക്കീർ ഹുസൈൻ മരിച്ച സമയത്ത് VV ഗിരിക്ക് അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹമാണെന്ന് തോന്നുന്നു ഈ രാഷ്ട്രപതി സ്ഥാനം ഏറ്റെടുക്കുന്നത്, ആക്ടിംഗ് രാഷ്ട്രപതിയാകുന്നത്. പക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടി വന്നതുകൊണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു, എന്നിട്ട് മത്സരിക്കേണ്ടി വന്നു. ആ സമയത്ത് ഹിദായത്തുള്ള, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഹിദായത്തുള്ള ആണ് രാഷ്ട്രപതിയുടെ കാര്യങ്ങൾ നിർവഹിച്ചത്. അപ്പം അതുപോലെ തന്നെയാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ, ഈ 3 സ്ഥാനങ്ങൾ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. അപ്പോൾ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ഇടപെടലുകളോട് നേരിട്ട് പ്രതികരിക്കാൻ പറ്റില്ല, കാരണം രാഷ്ട്രപതിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് എക്സിക്യൂട്ടീവ് പവർ ഇല്ലാത്തതും, എന്നാൽ ഒരു സഭയുടെ അധ്യക്ഷനുമായിരിക്കുന്ന ഒരു വ്യക്തിക്ക്
രാഷ്ട്രപതിയുടെ മേൽ സുപ്രീം കോടതിയാണെങ്കിലും കടന്നു കയറുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജഗദീപ് ധൻഖറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം വളരെ കൃത്യമായിരുന്നു എന്ന് കരുതേണ്ടി വരും. അല്ലാതെ ഈ ജനം പറയുന്നത് പോലെ മമതാ ബാനർജിയുമായിട്ട് ശണ്ട ഉണ്ടാക്കി അവിടെ ചട്ടിയും കലവും പൊട്ടിച്ചു വന്നു കഴിഞ്ഞപ്പം ഒതുക്കാനായിട്ട് കൊണ്ടുപോയി ഉപരാഷ്ട്രപതിയാക്കിയ ആളല്ല. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പം എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം. ഇദ്ദേഹം ബേസിക്കലി ഒരു BJP കാരനല്ല, സോഷ്യലിസ്റ്റ് ആയിരുന്നു. ദേവിലാലിനും ഒരു ശിഷ്യനായിട്ട് വളർന്നു വരികയും ചന്ദ്രശേഖരന്റെ മന്ത്രിസഭ മന്ത്രിയായിരിക്കുകയും ചെയ്യുന്ന ഒരു സോഷ്യലിസ്റ്റ് ആശയമുള്ള കോൺഗ്രസിൽ പോയിട്ടുള്ള ഒരു ആളാണ്. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും യുക്തമായിട്ടുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് BJPയുടെ പ്രസിഡന്റ് ആകുന്നതായിരുന്നു. കാരണം അത് അഡ്രസ് ചെയ്ത എല്ലാ വിഷയങ്ങളും BJPക്ക് ആവശ്യമുള്ളതാണ്. ഇനിയും അതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കോ UK ഒക്കെ അംബാസഡറോ ഒക്കെ കമ്മീഷണറോ ഒക്കെ ആയിട്ട് അയക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ധൻഖറിന്റെ നിലപാടിനെ മാധ്യമങ്ങൾ കാണുന്നത് വളരെ ബാലിശമായിട്ടാണ്. അതിൽ കൂടുതലൊന്നും ഈ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാനുമില്ല. സർ പറഞ്ഞതിൽ നിന്ന് മാധ്യമങ്ങൾ പാലിക്കേണ്ട ഒരു മിതത്വം, ഓരോ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങളും ചില മര്യാദകൾ കൂടി പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്തും തോന്നിയതുപോലെ എഴുതി പിടിപ്പിക്കാവുന്നതല്ല. അതിന് പിന്നിൽ എന്താണ് എന്നുള്ളത്, സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ ആകണം മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ് എന്ന് കൂടി സാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നന്ദി സർ.